5 ദിവസം കഴിയുമ്പോൾ നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ലോണം നെല്ലിക്കയിൽ മസാലയൊക്കെ പിടിച്ച് അലിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അച്ചാർ. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വറുത്ത നെല്ലിക്ക അച്ചാറാണ് റെഡിയാക്കാൻ പോണേ. ഈ അച്ചാർ ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു നെല്ലിക്ക അച്ചാറാണ്. ഈ നെല്ലിക്ക അച്ചാറിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. വേറെ അച്ചാറിലൊന്നും ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ അച്ചാറിൽ ചേർക്കണത്. അതുപോലെ വിനാഗിരി ഒന്നും ചേർക്കാണ്ട് തന്നെ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. 1/2 കിലോ നാടൻ നെല്ലിക്കയാണ് എടുത്തേക്കണത്. നല്ലോണം കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. അച്ചാറിന് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മിക്ക അച്ചാറുകളിലും മല്ലിപ്പൊടി ആഡ് ചെയ്യില്ല. ഈ അച്ചാറിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. 1 ടീസ്പൂൺ പച്ചക്കടുക് പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് കൂടാണ്ട് നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2-3 പേര് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കുമ്പോൾ പൂത്തുപോണ്ട്, ഉപ്പിലിടുമ്പോൾ പൂത്തുപോണ്ട് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു മിസ്റ്റേക്ക് മതി നമ്മൾ ചെയ്യുന്ന റെസിപ്പി തന്നെ നാശമായി പോവാനായിട്ട്. അച്ചാർ ഇടുമ്പോൾ എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അതുപോലെ ഉപ്പിലിടുമ്പോഴും വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എടുത്തു വെക്കുന്ന പാത്രം ആയാൽ പോലും അത്രയ്ക്കും ഡ്രൈ ആവണം, എയർ കയറാണ്ട് സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന അച്ചാറായാലും ശരി, ഉപ്പിലിട്ടതായാലും ശരി, പൂത്തു പോവാണ്ട് കുറേ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂട്ട. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉപ്പിലിടുമ്പോൾ ഈ ചതഞ്ഞ മാങ്ങ, ചതഞ്ഞത്, ചീഞ്ഞത്, അങ്ങനത്തെ കുറേശ്ശെ കേടുള്ളത് അങ്ങനത്തെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഇടണ ഉപ്പിലിട്ടത് കേട് വരാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. പാനിലേക്ക് നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ചേർത്തോളോട്ടാ, നെല്ലിക്ക വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് എടുത്ത് വെച്ചേക്കണ നെല്ലിക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി കിട്ടും. പിന്നെ നെല്ലിക്ക കുരുന്നൊന്ന് അടർന്നു വരും ചെയ്യും. അതാണ് കേട്ടോ നെല്ലിക്ക വറുത്തെടുക്കുന്നതിൻ്റെ പാകം. എണ്ണ ചൂടാവുമ്പോൾ ഞാൻ നെല്ലിക്ക ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നെല്ലിക്കയിൽ ഒരു തരി പോലും വെള്ളം ഉണ്ടായിട്ടില്ല. അതുപോലെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പം നെല്ലിക്കയൊക്കെ നല്ലോണം കളറ് മാറി കുരുന്ന് അടർന്നു വരാൻ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, നെല്ലിക്ക കുരുന്ന് അടർന്നു വരാനായിട്ട് തുടങ്ങി. ഇതാണ് കേട്ടോ നെല്ലിക്ക വറുത്തെടുക്കുന്നതിൻ്റെ പാകം. പിന്നെ ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, 5 മിനിറ്റിൽ താഴെ നമുക്ക് വേണ്ടി വരുള്ളൂ. നമുക്ക് എണ്ണയിൽ നിന്ന് നെല്ലിക്ക മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. പക്ഷേ ഇൻസ്റ്റൻറ്റ് അച്ചാറും അല്ല. ഇത് നമ്മൾ ഉണ്ടാക്കി 5-6 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നെല്ലിക്കയിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണതൊക്കെ പിടിച്ച് ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചേക്കണ ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, കടുക് പൊടിച്ചത്, ഉപ്പ് ഒഴികെ ബാക്കി എല്ലാ സാധനവും ചേർത്തിട്ട് ഇത് നല്ലോണം പൊടികളുടെ പച്ചമണം പോണ വരെ ഈ ചൂടുള്ള എണ്ണയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. പൊടികളൊക്കെ എണ്ണയിൽ നല്ലോണം ചൂടാക്കി ആ പച്ചമണം പോയി കിട്ടിയിട്ട്. അതുപോലെ നെല്ലിക്ക വറുക്കാൻ എടുക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ എടുത്തോളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറ്റുള്ളൂ. ആ ചൂടുള്ള എണ്ണയിൽ വേണം നമുക്കിതൊക്കെ ചേർക്കാനായിട്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ നെല്ലിക്ക ചേർക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നെല്ലിക്ക ഇടുമ്പോഴും ഫ്ലെയിം ഓഫാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം, വിനാഗിരി അങ്ങനെ ഒന്നും ചേർക്കില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ചേർത്തോളൂ. നിങ്ങൾ എടുക്കണ നെല്ലിക്കയുടെ അളവനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഇപ്പോൾ ഉപ്പ് മുമ്പിൽ നിൽക്കണം, എന്നാൽ മാത്രമേ 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
പൊടിയിൽ നെല്ലിക്ക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം കാണുമ്പോൾ പൊടി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇത് കറക്റ്റായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്ത നെല്ലിക്ക അച്ചാർ. 10 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. എയർ ടൈറ്റുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള കുപ്പിയിലോ എന്തിലെങ്കിലും ഇട്ട് അടച്ച് വെക്കുക. ഇളക്കി ഒന്നും വേണ്ട. 6 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ 6ാമത്തെ ദിവസം, 5 അല്ലെങ്കിൽ 6ാമത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം. നെല്ലിക്ക അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്നേക്ക് 5 ദിവസമായി. നമുക്ക് തുറക്കാം. 5 അല്ലെങ്കിൽ 6 ദിവസം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ കേട്ടോ. നമ്മൾ വെക്കുന്തോറും നെല്ലിക്ക അലിഞ്ഞ് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ 5 ദിവസം കഴിയുമ്പോൾ നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ലോണം നെല്ലിക്കയിൽ മസാലയൊക്കെ പിടിച്ച് അലിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നെല്ലിക്ക അച്ചാർ. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാറിൻ്റെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എടുക്കുമ്പോൾ വെള്ളം ആവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എത്രത്തോളം നെല്ലിക്ക അലിഞ്ഞുണ്ട് 5 ദിവസത്തിൽ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ലോണം അലിഞ്ഞ് കിട്ടിയിട്ട് അച്ചാർ തിരിക്കും തോറും ഇനി അലിഞ്ഞിട്ട് കിട്ടും. നമുക്ക് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.